ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ നോക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടല്ല, ഒരു തല മാത്രമായിരിക്കും കണ്ടല്ല. യെസ്, മർമർ മർമറ മുർമുറ വാട്ട് ഇറ്റ് ഈസ്. സോ ആ ഒരു സിനിമയെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബട്ട് അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ ഷേക്കാവാണ്, എന്തായാലും ഷേക്ക് ആയിക്കോട്ടെ. അപ്പോൾ ഈ മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ പല മൂവീസിലും കണ്ടിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു കൂട്ടം യൂട്യൂബേഴ്സ്, ഒരു 4 പേര് ചേർന്ന ആൾക്കാർ, യൂട്യൂബേഴ്സാണ്. ഒരു ഫോറസ്റ്റിൽ ഗോസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ട് അതിനെ പറ്റിയിട്ടൊക്കെ എന്താ പറയുക, നമ്മൾ ഫൗണ്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി നമുക്ക് കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. അതിനുശേഷം അവർക്കിടയിൽ ഉണ്ടാകുന്ന സംഭവം എന്താണെന്നുള്ളതും അവർ കണ്ടുപിടിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു മർമർ അതിൽ കാണിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്ലോട്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹോളിവുഡ് സിനിമയുടെ കാലഘട്ടത്തിൽ ഇതിൻ്റെ കൺസെപ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഓക്കെ. ബട്ട് എങ്കിൽ പോലും അവർക്ക് അതിലെന്തെങ്കിലുമൊക്കെ ഒരു പുതുമകൾ കാണിക്കാമല്ലോ ഗൈസ്, കാണിച്ചൂടെ? പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിതിലൊരു പുതുമയും തോന്നിയില്ല. പുതുമയില്ലാതെ പതുമയോടെ വന്നൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് മുർമുർ. പോസ്റ്ററൊക്കെ ഇവിടെ വെച്ചിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എടുത്ത് നോക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി പടം എന്നൊക്കെ പറഞ്ഞാൽ തല മാത്രം എടുത്ത് കാണിച്ചപ്പോഴേ എന്താണ് ഇത്, വല്ല സായവാണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ അങ്ങനെ ഒരു സാ പോയിട്ടൊരു സൂ പോലും എനിക്കിതിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഭയങ്കര ലോ എന്താ പറയുക ലെവലിലാണ് എനിക്ക് ഫീൽ ചെയ്തത് സിനിമ. ഭയങ്കര പേടിയോ കാര്യങ്ങളൊന്നും തോന്നിയില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒന്നും നമുക്ക് കിട്ടില്ല ഇതിലൊന്നും. ഭയങ്കര ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആൻഡ് പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് സമയം വേസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം പോയി മുർമുർ കാണുക ഗൈസ്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഏറ്റവും നല്ലൊരു സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ അങ്ങനെ ഭയങ്കരമായിട്ട് നല്ലൊരു പടം ഓടുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. എല്ലാം ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ മുർമുറിനെ പറ്റിയിട്ട്, കൂടുതലൊന്നുമില്ല. മുർമുർ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് മുർമുറിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ടേക്ക് കെയർ.